Hello dear students, welcome to another online class. We are discussing the 6th chapter of plus 2 business studies and the name of our chapter is staffing and we are discussing only the focus area. നമ്മൾ 2020-21 വർഷത്തേക്കുള്ള ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാഫിംഗ് എന്ന പാഠത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ടുഡേ വി വിൽ ഡിസ്കസ് സെലക്ഷൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്റ്റാഫിങ്ങിലെ അനദർ മറ്റൊരു സ്റ്റെപ്പായിട്ടുള്ള സെലക്ഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഏതിനെക്കുറിച്ചിട്ടായിരുന്നു? റിക്രൂട്ട്മെൻറ്റ് എന്ന പ്രോസസ്സായിരുന്നു. റിക്രൂട്ട്മെൻറ്റ് എന്ന ഒരു സ്റ്റെപ്പിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണ് ഇൻറ്റേർണൽ സോഴ്സ്, വാട്ട് എക്സ്റ്റേണൽ സോഴ്സസ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാൻ രണ്ട് കാര്യങ്ങൾ കൂടെയാണ് ബാക്കിയുള്ളത്. സ്റ്റാഫിങ്ങിലെ തന്നെ സ്റ്റെപ്പായിട്ടുള്ള സെലക്ഷനും നെക്സ്റ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നൊരു സെഷനും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. വി ആർ ഡിസ്കസിങ് അനദർ സ്റ്റെപ്പ്, ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ സ്റ്റാഫിംഗ് പ്രോസസ്. ഇറ്റ്സ് നെയിം ഈസ് സെലക്ഷൻ. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കി എല്ലാ കുട്ടികളും. എന്താ ഇവിടെ കാണുന്നത്? ഇത് നമ്മുടെ അപ്ലിക്കൻസ് ആണ്. നമ്മുടെ കമ്പനിയിലേക്ക് ഒരു മാനേജറുടെ വേക്കൻസി വന്നു. അപ്പോൾ നമുക്ക് 2, 4, 6, 8, 9 ആപ്ലിക്കേഷൻ കിട്ടി. നമ്മൾ വേണ്ടത് MBA വിത്ത് 10 year എക്സ്പീരിയൻസ് ആണ്. 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള MBA കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റിനെയാണ് നമ്മൾ സെർച്ച് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ചെറിയ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ പബ്ലിഷ് ചെയ്തു. നമ്മൾക്ക് 9 ആൾക്കാരുടെ ആപ്ലിക്കേഷൻ കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ സെലക്ഷൻ പ്രോസസ്സ് വഴി എന്തെങ്കിലും ഇൻ്റർവ്യൂയോ അല്ലെങ്കിൽ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആരാണോ അവരെ സെലക്ട് ചെയ്യണം. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സെലക്ഷൻ എന്ന്. സോ ലെറ്റ്സ് ബിഗിൻ അവർ ടോപ്പിക്. സെലക്ഷൻ ബിഗിൻസ് വെർ റിക്രൂട്ട്മെൻറ്റ് എൻഡ്സ്. എവിടെയാണോ റിക്രൂട്ട്മെൻറ്റ് അവസാനിക്കുന്നത് അവിടെ തുടങ്ങുന്ന പ്രോസസ്സാണ് സെലക്ഷൻ. സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് ആൻഡ് ചൂസിങ് ദ ബെസ്റ്റ് പേഴ്സൺ ഔട്ട് ഓഫ് എ നമ്പർ ഓഫ് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് ഫോർ എ ജോബ്. Selection is the process of identifying and choosing the best person out of a number of prospective candidates for a job. Selection എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സാണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, കണ്ടുപിടിക്കുക, ആൻഡ് ചൂസിങ്, എന്നിട്ട് നമ്മൾ ചൂസ് ചെയ്യുക, തിരഞ്ഞെടുക്കുക, ദ ബെസ്റ്റ് പേഴ്സൺ, ഏറ്റവും നല്ല വ്യക്തിയെ, ഔട്ട് ഓഫ് എ നമ്പർ ഓഫ് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് ഫോർ എ ജോബ്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരിക്കുന്ന കുറേ ആൾക്കാരിൽ നിന്നും ഏറ്റവും നല്ല ആളെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സെലക്ഷൻ എന്ന്. ദിസ് ഈസ് എ നെഗറ്റീവ് പ്രോസസ് വെർ മോർ കാൻഡിഡേറ്റ്സ് വിൽ ബി റിജക്റ്റഡ് ദാൻ അപ്പോയിൻറ്റഡ്. സെലക്ഷൻ ഈസ് ജനറലി റിഗാർഡഡ് ആസ് എ നെഗറ്റീവ് പ്രോസസ് ബിക്കോസ് ദ എയിം ഓഫ് സെലക്ഷൻ ഈസ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് അപ്ലിക്കൻസ്. സെലക്ഷനെ നമ്മൾ ഒരു നെഗറ്റീവ് പ്രോസസ്സായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ റീസൺ ഇതാണ്. സെലക്ഷൻ്റെ എയിം എന്ന് പറയുന്നത് അപ്ലിക്കൻസിൻ്റെ എണ്ണം കുറക്കുക എന്നതാണ്. ടുവേർഡ്സ് ദിസ് പർപ്പസ് ദ കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു ടേക്ക് എ സീരീസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മത്സരാർത്ഥികൾ ഒരുപാട് ടെസ്റ്റും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ തുടങ്ങിയ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രോസസ് ഓഫ് സെലക്ഷൻ ആണ്, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ ആണ്. നമ്മൾ മനസ്സിലാക്കുക, ഈ പാഠത്തിൽ നിന്നും നിങ്ങൾക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. എസ്സേ ആയിട്ട് ഒന്നുകിൽ സ്റ്റാഫിങ്ങിലെ സ്റ്റെപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ സെലക്ഷനിലെ സ്റ്റെപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്ന ട്രെയിനിങ് മെത്തേഡുകളും ചോദിക്കാം. ഏത് ഭാഗത്തുനിന്നും നിങ്ങൾക്ക് എസ്സേ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും ഈ പാഠത്തിൽ നിന്നും. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ, പല കുട്ടികളും സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ് എഴുതി വെക്കാറുണ്ട്. സ്റ്റാഫിങ്ങിലെ സ്റ്റെപ്പ് വേറെ തന്നെയാണ്. സ്റ്റാഫിങ്ങിലെ ഒരു സ്റ്റെപ്പ് മാത്രമാണ്, ഒരു എലമെൻറ്റ് മാത്രമാണ് സെലക്ഷൻ. അതിൽ സ്റ്റെപ്പ് വേറെ തന്നെയാണ്. അപ്പോൾ പല പഠിക്കുന്ന കുട്ടികൾക്ക് മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. സെലക്ഷനിലെ സ്റ്റെപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാഫിങ്ങിലെ സ്റ്റെപ്പ് എഴുതുക, സ്റ്റാഫിങ്ങിലെ സ്റ്റെപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ സെലക്ഷൻ്റെ സ്റ്റെപ്പ് എഴുതുക. നിങ്ങൾ മാറാൻ പാടില്ല. ഈ ക്ലാസ് കാണുന്ന ഒരു കുട്ടികൾക്കും മാറാൻ വേണ്ടി പാടില്ല. നമ്മളിപ്പോൾ പഠിക്കുന്നത് സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലെ സ്റ്റെപ്പുകളാണ്. അപ്പോൾ നമ്മളൊരു കമ്പനി തുടങ്ങി, ABC കമ്പനി. ആ കമ്പനിക്ക് ഒരു 110 ആൾക്കാരെ ആവശ്യമാണ്. വി നീഡ് 110 എംപ്ലോയീസ് ആൻഡ് മാനേജറും എംപ്ലോയീസൊക്കെ ആയിട്ട് 110 ആൾക്കാരെ ആവശ്യമാണ്. നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുത്തു.
ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുത്തു. എന്നിട്ട് നമ്മൾക്കൊരു 25,000 ആപ്ലിക്കേഷൻ കിട്ടി. 25,000 ആപ്ലിക്കേഷൻ കിട്ടി. അപ്പോൾ ആ 25,000 ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്ന പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 8 സ്റ്റെപ്പുകളാണുള്ളത്. സെലക്ഷൻ ഇൻവോൾവ്സ് മെയിൻലി 8 സ്റ്റെപ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രിലിമിനറി സ്ക്രീനിങ്. ദ സെക്കൻഡ് വൺ ഈസ് സെലക്ഷൻ ടെസ്റ്റ്. ദ തേർഡ് വൺ ഈസ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. The fourth one is reference and the background check. The fifth one is selection decision. And the sixth one is medical examination. Seventh one, job offer. And the last one is contract of employment. പഠിക്കണ്ട, നമുക്ക് ഓരോ സ്റ്റെപ്പുകളും പതിയെ ഡിസ്കസ് ചെയ്യാം. The first one is preliminary screening. അതിന് മുമ്പേ 8 സ്റ്റെപ്പുകളൊന്ന് ബൈഹാർട്ട് ചെയ്യാം മക്കളെ. The first step in selection is preliminary സ്ക്രീനിങ്. പ്രിലിമിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ, ഫസ്റ്റ് എന്നുള്ളൊരു മീനിങ് ആണ് ഉള്ളത്. സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ നടത്താറില്ലേ? ഉണ്ടല്ലോ. കഴിഞ്ഞ വർഷം, ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഈ വർഷം ഇല്ല, കഴിഞ്ഞ വർഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആദ്യം കുട്ടികളെ എന്താക്കുന്നു, ഒരു 3-4 ഗ്രൂപ്പുകളാക്കുന്നു. എന്തെങ്കിലും ഗംഗ, യമുന എന്നൊക്കെ പേരിലൊക്കെ ഗ്രൂപ്പുകളാക്കുന്നു. അത് കഴിഞ്ഞിട്ട് സ്കൂൾ ലെവൽ യൂത്ത് ഫെസ്റ്റിവൽ നടത്തുന്നു. ആ സ്കൂൾ ലെവൽ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ സ്ക്രീനിങ് പ്രോസസ്സ്. അത് പ്രിലിമിനറി സ്ക്രീനിങ്ങിന് എക്സാമ്പിളാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണത്? സബ് ജില്ലയിലേക്ക് ഏതൊക്കെ കുട്ടികളാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ ലെവൽ യൂത്ത് ഫെസ്റ്റിവൽ നടത്തുന്നത്. നെക്സ്റ്റ് സബ് ജില്ലയിലേക്ക് പോയ പല കുട്ടികളും ഈ ക്ലാസ് കാണുന്നുണ്ടാവും. സബ് ജില്ലയിൽ പോയി കഴിഞ്ഞാൽ അതും സ്ക്രീനിങ് ആണ്. എന്തിനുള്ള സ്ക്രീനിങ് ആണ്? ജില്ലാ മത്സരങ്ങളിലേക്ക്, ഡിസ്ട്രിക്ട് ലെവലിലേക്ക് ആരൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്ന സ്ക്രീനിങ് ആണ് സബ് ഡിസ്ട്രിക്ട്. ഇത് ജില്ലയിൽ നടക്കുന്നതും അഗെയിൻ സ്ക്രീനിങ് ആണ്. സംസ്ഥാന തലത്തിലേക്ക് ആരൊക്കെ പോകണമെന്ന് നടക്കുന്ന സ്ക്രീനിങ് ആണ്. ഓക്കെ, അപ്പോൾ സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എലിമിനേറ്റ് ചെയ്യുക. ആദ്യമായിട്ട് തന്നെ എലിമിനേറ്റ് ചെയ്യാം. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ സെലക്ഷൻ പ്രൊസീജിയർ. ഇനി ഇവിടെ യൂത്ത് ഫെസ്റ്റിവൽ അല്ല, ഇവിടെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ സെലക്ഷൻ പ്രൊസീജിയർ. പ്രിലിമിനറി സ്ക്രീനിങ് ഹെൽപ്സ് എ മാനേജർ to eliminate unqualified or unfit candidate based on the information furnished in the application form. Preliminary screening is the first stage in the selection procedure. Selection processile ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രിലിമിനറി സ്ക്രീനിങ്. It helps the manager to eliminate unqualified or unfit candidates based on the information furnished in the application form. ഇത് മാനേജർമാരെ എന്തിനു സഹായിക്കുന്നു? ആപ്ലിക്കേഷൻ ഫോമിനകത്ത് തന്നെ കുറേ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പം മാനേജറുടെ വേക്കൻസി ഉണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി ഉണ്ട് നമ്മൾ പരസ്യം കൊടുത്തതിൽ. അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് BCom വിത്ത് 2 year എക്സ്പീരിയൻസ് ആണ്. അക്കൗണ്ടൻറ്റിൻ്റെ പോസ്റ്റിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? BCom കഴിഞ്ഞ കുട്ടികൾ 2 year എക്സ്പീരിയൻസ് ആവശ്യമാണ്. അപ്പോൾ കുറേ ഒരു വേക്കൻസി ആണുള്ളത്, നമുക്ക് 100 ആപ്ലിക്കേഷൻ കിട്ടി. ആ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുന്ന സമയത്ത് അതിൽ 25 ആൾക്കാർ BCom കംപ്ലീറ്റഡ് അല്ല, അവർ +2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 25 ആൾക്കാരെ നമ്മൾ ഓൺ ദ സ്പോട്ട് അവോയ്ഡ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രിലിമിനറി സ്ക്രീനിങ്. അതായത് കിട്ടിയിരിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ചിട്ട് നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്ത ആപ്ലിക്കൻസിനെ ഒഴിവാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രിലിമിനറി സ്ക്രീനിങ്. Preliminary screening is a process of eliminating unsuitable candidates based on the information furnished in the ആപ്ലിക്കേഷൻ ഫോം. അത് ജസ്റ്റ് ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുക. ആപ്ലിക്കേഷൻ ഫോം ഒന്ന് വെരിഫൈ ചെയ്യുക. നമുക്ക് പറ്റാത്തതാണെങ്കിൽ ഓൺ ദ സ്പോട്ട് റിജക്റ്റ് ചെയ്യുക. ആ പ്രോസസ്സാണ് പ്രിലിമിനറി സ്ക്രീനിങ്. സെക്കൻഡ് സ്റ്റെപ്പ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, കുറച്ച് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ആ സ്റ്റെപ്പിൻ്റെ പേര് ഇതാണ് സെലക്ഷൻ ടെസ്റ്റ്. എക്സാം കണ്ടക്ട് ചെയ്യുക, ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. An employment test or selection test is a mechanism to measure the level of ability, knowledge, interest, aptitude, etc. of a particular candidate. First paragraph വായിക്കുക. An employment test is a mechanism to measure the level of ability, knowledge, interest, aptitude, etc. of a particular candidate. ഒരു എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കാനിസമാണ്. എന്തിനുള്ള മെക്കാനിസമാണ്? ടു മെഷർ ദ ലെവൽ ഓഫ് എബിലിറ്റി, ഒരാളുടെ കഴിവ്, നോളജ് അറിവ്, ഇൻട്രസ്റ്റ് താല്പര്യം, ആപ്റ്റിറ്റ്യൂഡ് അഭിരുചി തുടങ്ങിയ കാര്യങ്ങൾ ഒരു മത്സരാർത്ഥിയുടെ
എബിലിറ്റി എന്തൊക്കെയാണ്, നോളജ് എന്തൊക്കെയാണ്, ഇൻട്രസ്റ്റ് ഏതിലൊക്കെയാണ്, ആപ്റ്റിറ്റ്യൂഡ് എന്തിലൊക്കെയാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന്. ഒരു എക്സാം എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ റിട്ടേൺ എക്സാം തന്നെ ആവണമെന്നില്ല, പല പ്രാക്ടിക്കൽ വർക്കുകൾ കൊടുക്കുക, പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ കൊടുക്കുക, അങ്ങനെയൊക്കെ പല ടെക്നിക്കുകൾ ഉപയോഗിക്കാം. മക്കളെ, പ്രധാനമായിട്ടും 5 തരത്തിലുള്ള സെലക്ഷൻ ടെസ്റ്റാണുള്ളത്. പ്രധാനമായിട്ടും സെലക്ഷൻ ടെസ്റ്റ് 5 ടൈപ്പിലാണുള്ളത്. ആദ്യത്തെ ടൈപ്പ് ഇതാണ്. ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ് ഈസ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. ഒന്നാമത്തെ ടൈപ്പ് സെലക്ഷൻ ടെസ്റ്റിൻ്റെ പേര് ഇതാണ്, ഇൻ്റലിജൻസ് ടെസ്റ്റ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. ദിസ് ഈസ് വൺ ഓഫ് ദ important psychological test used to measure the level of intelligence quotient IQ of an individual. ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് IQ ഇൻ്റലിജൻസ് ക്വാഷ്യൻ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി നടത്തുന്ന ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. ആ പേര് തന്നെ മീനിങ് ക്ലിയർ ആണ്. എന്താണ്? ടെസ്റ്റ് കണ്ടക്റ്റഡ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ഓഫ് മെഷറിങ് ദ ഇൻ്റലിജൻസ് ഓഫ് എ പേഴ്സൺ. ക്ലിയർ. രണ്ടാമത്തത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി എന്ന് പറയും. അഭിരുചി, നിങ്ങളൊരു പരീക്ഷയെക്കുറിച്ച് മാറ്റ് എക്സാം കേട്ടിട്ടുണ്ടോ? മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. മാറ്റ് എക്സാം. അപ്പോൾ അവിടെ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കാണ് മാറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മെഷർ ചെയ്യുന്നത് അഭിരുചിയാണ്. ഈ പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് മാനേജർ ആവാനുള്ള സ്കില്ലുണ്ടോ, അതിനുള്ള അഭിരുചി ഉണ്ടോ, അതിനുള്ള ടേസ്റ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ് മാറ്റ് എക്സാം. അതേപോലെ തന്നെ ഇവിടെ കമ്പനികൾ ഫോളോ ചെയ്യുന്ന മറ്റൊരു ടൈപ്പ് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെസ്റ്റിൻ്റെ പേര് ഇതാണ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ദ എയിം ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈസ് ടു മെഷർ ആൻ ഇൻഡിവിജ്വൽസ് പൊട്ടൻഷ്യൽ ആൻ ഇൻഡിവിജ്വൽസ് സ്കിൽ. ഒരു വ്യക്തിയുടെ കഴിവുകൾ പരിശോധിക്കാനാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള കഴിവുകളാണ്? ഫോർ ലേണിംഗ് ന്യൂ സ്കിൽസ്. പുതിയ കഴിവുകൾ നേടിയെടുക്കാനുള്ള കഴിവ്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ പേഴ്സൺസ് കപ്പാസിറ്റി ടു ഡെവലപ്പ്. ശരിക്കും ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെഷർ ചെയ്യുന്നത് ഫ്യൂച്ചർ പൊട്ടൻഷ്യലാണ്. അതായത് ഇപ്പോൾ മാറ്റ് എക്സാം BCom കഴിഞ്ഞ കുട്ടിക്ക് മാറ്റ് എക്സാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള നോളജ് വെച്ചിട്ട് അയാൾക്കൊരു MBA അല്ലെങ്കിൽ ഒരു മാനേജർ ആവാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അയാൾ 2 വർഷത്തെ MBA കോഴ്സ് കഴിഞ്ഞ് അദ്ദേഹം അല്ലെങ്കിൽ ആ കുട്ടി ഒരു 2 വർഷം എക്സ്പീരിയൻസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നല്ല മാനേജർ ആകുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി പരിശോധിക്കാനുള്ള ഒരു ടെസ്റ്റാണ് മാറ്റ് എക്സാം. അതേപോലെ തന്നെ കമ്പനിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയിരിക്കുന്ന അപേക്ഷകരുടെ അഭിരുചികൾ എന്തൊക്കെയാണ്, അതായത് ഭാവി ഇവർക്ക് പുതിയത് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ, ഇവർ ഫ്യൂച്ചറിൽ എന്തായിട്ട് തീരും എന്നൊക്കെ മനസ്സിലാക്കുന്ന ടെസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന്. ക്ലിയർ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്. വ്യക്തിത്വം എന്ന് പറയും, പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഒരുപാട് ഡീപ്പായിട്ടൊന്നും നമുക്ക് പോകാനില്ല, അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാത്തത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. ഓക്കെ. പേഴ്സണാലിറ്റി ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഹ്യൂമൻ ബിഹേവിയർ ഓഫ് ദ കാൻഡിഡേറ്റ്. പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ടു മെഷർ ദ പേഴ്സണാലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് ബിഹേവിയർ. ഒരാളുടെ പെരുമാറ്റത്തിൻ്റെ ബേസിലാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ പെരുമാറ്റത്തെ, ബിഹേവിയറിനെ അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണാലിറ്റിയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന മെഷർ ചെയ്യുന്ന ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന്. ഇനി നാലാമത്തത് നോക്കുക, ട്രേഡ് ടെസ്റ്റ് ആണ്. ദീസ് ടെസ്റ്റ് മെഷർ ദ എക്സിസ്റ്റിംഗ് സ്കിൽസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ട്രേഡ് ടെസ്റ്റ് മെഷർ ദ എക്സിസ്റ്റിംഗ് സ്കിൽ ഓഫ് ദ ഇൻഡിവിജ്വൽ. ട്രേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ എന്തൊക്കെയാണ്, ഇപ്പോൾ 20 വയസ്സുള്ള ഒരാൾക്കാണ് നമ്മളൊരു പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ആ 20 വർഷം കൊണ്ട് അയാൾക്ക് എന്തൊക്കെ നോളജ് അല്ലെങ്കിൽ എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ട് എന്ന് പഠിക്കുന്ന ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ട്രേഡ് ടെസ്റ്റ് മെഷർ ദ എക്സിസ്റ്റിംഗ് നോളജ് ഓഫ് എ കാൻഡിഡേറ്റ്. നിലവിൽ എന്തൊക്കെയാ ഒരു മത്സരാർത്ഥിക്ക് അറിയാം, ഒരു കാൻഡിഡേറ്റിന് അറിയാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ട്രേഡ് ടെസ്റ്റ് എന്ന്. ക്ലിയർ. ഇനി അഞ്ചാമത്തത് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ദിസ് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദ ടൈപ്പ് ഓഫ് ജോബ് ഇൻ വിച്ച് എ കാൻഡിഡേറ്റ് ഹാസ് more interest, as every individual has a fascination for some job than the others.
ഒരു വ്യക്തിക്ക്, ഒരു മത്സരാർത്ഥിക്ക് ഏത് ജോലിയിലായിരിക്കും കൂടുതൽ താല്പര്യം, ഏത് ജോലി ചെയ്യാനാണ് അയാൾക്ക് കൂടുതൽ ഇഷ്ടം, ഏത് ജോലിയിലാണ് ഒരാൾ ഷൈൻ ചെയ്യുക, ഏത് ജോലിയിലാണ് ഒരാൾക്ക് തിളങ്ങാൻ വേണ്ടി പറ്റുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കമ്പനി കണ്ടക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന്. താല്പര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. Interest test is used to find out the type of job in which a candidate has more interest, as every individual has fascination for some job than the others. Clear? അപ്പോൾ 5 ടെസ്റ്റുകളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു മക്കളെ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് ഇൻ സ്റ്റാഫിംഗ് ഈസ് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ടി വിയിലൊക്കെ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ നിങ്ങളും ചില കുട്ടികളും ഇൻ്റർവ്യൂ ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അറ്റൻഡ് ചെയ്ത കുട്ടികളും ഈ ക്ലാസ് കാണുന്നുണ്ടായേക്കാം. ഇൻ്റർവ്യൂ ഇൻവോൾവ്സ് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് ദ കാൻഡിഡേറ്റ്. Interview involves face-to-face conversation between the employer and the candidate. അതായത് തൊഴിൽ തരുന്ന കമ്പനിയുടെ ആൾക്കാരും കാൻഡിഡേറ്റും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു സംഭാഷണത്തെ ഫേസ് ടു ഫേസ് കോൺവേഴ്സേഷനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർവ്യൂ എന്ന്. ഇൻ്റർവ്യൂ ഇസ് എ ഫോർമൽ ഇൻ-ഡെപ്ത് കോൺവെർസേഷൻ കണ്ടക്റ്റഡ് ടു ഇവാലുവേറ്റ് ദ അപ്ലിക്കൻസ് സ്യൂട്ടബിലിറ്റി ഫോർ ദ ജോബ്. ഇൻ്റർവ്യൂ ഇസ് എ ഫോർമൽ ഇൻ-ഡെപ്ത് കോൺവെർസേഷൻ. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒഫീഷ്യലാണ്, ഇൻ-ഡെപ്ത് ആണ്, ആഴത്തിലുള്ളതാണ്. ഇൻ-ഡെപ്ത് കോൺവെർസേഷൻ, ഇൻ-ഡെപ്ത് കമ്മ്യൂണിക്കേഷൻ, കണ്ടക്റ്റഡ് ടു ഇവാലുവേറ്റ്, നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ട് നടത്തുന്നു? ടു ഇവാലുവേറ്റ് ദ അപ്ലിക്കൻസ് സ്യൂട്ടബിലിറ്റി ഫോർ എ ജോബ്. ഒരു അപേക്ഷകൻ്റെ ഒരു ജോലിക്ക് എത്രമാത്രം അയാൾ സ്യൂട്ടബിൾ ആണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ആൾക്കാരും കാൻഡിഡേറ്റും തമ്മിൽ നടത്തുന്ന നേരിട്ടുള്ള ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനെ വിളിക്കുന്ന പേരാണ് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ എന്ന്. എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ. ക്ലിയർ? നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്സ്. റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്സ്. Many employers request names, address and telephone number of references for the purpose of verifying information and gaining additional information on an applicant. അതിനു മുമ്പ് ഒരു കാര്യം, ഈ ക്ലാസ് കാണുന്ന ഏതെങ്കിലും കുട്ടികൾ ബയോഡാറ്റ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എവിടത്തേക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്? സാധ്യതയില്ല. നിങ്ങളുടെ ഏട്ടനൊക്കെ ചോദിച്ചു നോക്കുക, അവർ ചില സമയത്ത് ബയോഡാറ്റയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഈ ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട്, റെഫറൻസ് അഡ്രസ്. അതായത് നിങ്ങളെക്കുറിച്ച്, ഇപ്പോൾ നിങ്ങളാണ്, സപ്പോസ് യു ആർ പ്രിപ്പയറിങ് യുവർ ബയോഡാറ്റ, നിങ്ങൾ നിങ്ങളുടെ ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങളെക്കുറിച്ചിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും 2 സോഴ്സുകൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അത് നിങ്ങളുടെ ഫ്രണ്ട് ആവാൻ പാടില്ല, നിങ്ങളുടെ റിലേറ്റീവ് ആവാൻ പാടില്ല. നിങ്ങളിപ്പോൾ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ പേര് നിങ്ങൾക്ക് റെഫറൻസ് അഡ്രസ് ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറുടെ, നിങ്ങളുടെ കൊമേഴ്സ് ടീച്ചറുടെ അല്ലെങ്കിൽ എക്കണോമിക്സ് ടീച്ചറുടെ പേര് നിങ്ങൾക്ക് റെഫറൻസ് അഡ്രസ് ആയിട്ട് കൊടുക്കാം. നിങ്ങളെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ നിലവിലുള്ള കമ്പനികളാണെങ്കിൽ മുമ്പേ വർക്ക് ചെയ്ത കമ്പനിയുടെ മാനേജറുടെ പേരും നമ്പറും ഒക്കെ റെഫറൻസ് അഡ്രസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെക്കുറിച്ച്, ഒരു കാൻഡിഡേറ്റിനെ കുറിച്ചിട്ട് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള 1-2 സോഴ്സുകൾ ബയോഡാറ്റയിൽ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 4മതായിട്ട് കമ്പനികൾ ഈ അങ്ങനെ ആ കൊടുക്കുന്ന അഡ്രസ്സിനെ വിളിക്കുന്ന പേരാണ് റെഫറൻസ് എന്ന്. റെഫറൻസ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് എ കാൻഡിഡേറ്റ് അതർ ദാൻ ഹിസ് ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ്. Reference is a source of information about a candidate other than his friends or relatives. Many employers request names, address and telephone number of references for the purpose of verifying information and gaining additional information on an applicant. ഒരുപാട് കമ്പനികൾ എന്ത് ചോദിക്കാറുണ്ട്? റെഫറൻസ് അഡ്രസ്സ് ചോദിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആ കാൻഡിഡേറ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഫറൻസ് അഡ്രസ്സുകൾ ചോദിക്കുന്നത്. പ്രീവിയസ് എംപ്ലോയേഴ്സ്, മുമ്പ് ജോലി ചെയ്ത കമ്പനിയിലെ മാനേജർ അല്ലെങ്കിൽ അതിൻ്റെ MD, അതിൻ്റെ ഓണേഴ്സ്, നോൺ പേഴ്സൺസ്, നല്ല പ്രശസ്തരായ ആൾക്കാർ, ടീച്ചേഴ്സ്, നിങ്ങളുടെ ടീച്ചേഴ്സ് ആൻഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ്, നിങ്ങൾ MCOM അല്ലെങ്കിൽ MBA ഒക്കെ കഴിഞ്ഞ കോളേജുകളിലെ പ്രൊഫസേഴ്സ്, ഇവർക്കൊക്കെ റെഫറികളായിട്ട് അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഇത്രയുള്ള മക്കളെ സാധാരണഗതിയിൽ ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 2 റെഫറൻസ് അഡ്രസ്സുകൾ ചോദിക്കും. അതായത് നിങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏതെങ്കിലും 2 അഡ്രസ്സ് നിങ്ങളോട് കമ്പനികൾ ചോദിക്കും. ആ അഡ്രസ്സിലേക്ക് നേരിട്ട് വിളിച്ചിട്ടോ അല്ലെങ്കിൽ മെയിൽ അയച്ചിട്ടോ അല്ലെങ്കിൽ കത്ത് അയച്ചിട്ടോ നിങ്ങളുടെ സ്വഭാവം നല്ലതാണോ ചീത്തയാണോ എന്ന് കമ്പനികൾ പരിശോധിക്കും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. ക്ലിയർ? നെക്സ്റ്റ് 5ാമത്തേത് സെലക്ഷൻ ഡിസിഷൻ ആണ്. 5ാമത്തെ സ്റ്റെപ്പ് ഇതാണ്, സെലക്ഷൻ ഡിസിഷൻ. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞ്, അതായത് റെഫറൻസ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കുന്നു, നമ്മൾ ഡിസിഷൻ ടു സെലക്ട് സം കാൻഡിഡേറ്റ്. നമ്മൾ തീരുമാനിക്കുകയാണ് കുറച്ച് ആൾക്കാരെ, ഇത്ര ആൾക്കാരെ നമുക്ക് എടുക്കാം, അവർ നല്ല ആൾക്കാരാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ദ കാൻഡിഡേറ്റ് ഹു പാസ് ദ ടെസ്റ്റ്, ഇൻ്റർവ്യൂ ആൻഡ് റെഫറൻസ് ചെക്ക് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സെലക്ഷൻ ലിസ്റ്റ് ആൻഡ് ദ മാനേജേഴ്സ് സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫ്രം ദ ലിസ്റ്റ്. ദ കാൻഡിഡേറ്റ് ഹു പാസ് ദ ടെസ്റ്റ്, ഈ ടെസ്റ്റും ഇൻ്റർവ്യൂവും റെഫറൻസ് ചെക്കിങ്ങും ഒക്കെ പാസ്സാകുന്ന കാൻഡിഡേറ്റ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സെലക്ഷൻ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആൻഡ് ദ മാനേജേഴ്സ് സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, മാനേജർമാർ അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് 5ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള സെലക്ഷൻ ഡിസിഷൻ എന്ന്. നെക്സ്റ്റ് 6th സ്റ്റെപ്പ്, മെഡിക്കൽ എക്സാമിനേഷൻ. 6ാമത്തെ സ്റ്റെപ്പിൻ്റെ പേര് ഇതാണ്, മെഡിക്കൽ എക്സാമിനേഷൻ. After the selection decision and before the job offer is made, the candidate is required to undergo a medical fitness test. അപ്പോൾ ഈ സെലക്ഷൻ ഡിസിഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവരോട് നമ്മൾ സാധാരണ കമ്പനികൾ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ വേണ്ടി പറയും. അതായത് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഗൾഫിലേക്കൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ കൊറോണയുടെ ടെസ്റ്റൊക്കെ കൊണ്ടുപോകണം. അതൊക്കെ ഒരു എക്സാമ്പിളാണ് മെഡിക്കൽ എക്സാമിനേഷൻ്റെ. അത് ഇപ്പോഴുള്ള റീസെൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അല്ലെങ്കിൽ മുമ്പേ കൊണ്ടുപോകണം. ഗൾഫിലേക്കൊക്കെ ജോലി, എവിടെ നമ്മുടെ നാട്ടിലും കമ്പനിയിലൊക്കെ ജോലിക്ക് ചേരുന്ന സമയത്ത് എന്ത് കൊടുക്കണം, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അതായത് ഗുരുതരമായിട്ടുള്ള രോഗങ്ങളില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. അതിനെ വിളിക്കുന്ന പേരാണ് മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കൽ എക്സാമിനേഷൻ. നെക്സ്റ്റ് ജോബ് ഓഫർ. ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടിയതിന് ശേഷം കമ്പനികൾ ജോലി കാൻഡിഡേറ്റ്സിന് ഓഫർ ചെയ്യും. ആഫ്റ്റർ ദ സക്സസ്ഫുൾ സബ്മിഷൻ ഓഫ് medical certificate by a candidate, the company will finally send an offer letter to the candidate who qualify all the hurdles. എല്ലാ തടസ്സങ്ങളും നേരിട്ട് ജയിച്ചു വന്നിരിക്കുന്ന ആൾക്കാർക്ക് ജോലി വാഗ്ദാനം ചെയ്യും. After a candidate has cleared all the hurdles in the selection procedure, he is formally appointed. ഒരു കാൻഡിഡേറ്റ് എല്ലാ സ്റ്റെപ്പുകളും തരണം ചെയ്തിട്ട് അതിൽ വിജയിച്ച സെലക്ഷൻ ലിസ്റ്റിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിനെ ഫോർമലായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഹി വിൽ ബി ഇഷ്യൂഡ് ആൻ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആൻഡ് ഈസ് ആസ്ക്ഡ് ടു ജോയിൻ ബിഫോർ എ സ്പെസിഫിക് ഡേറ്റ്. അയാൾക്ക് എന്ത് കൊടുക്കുന്നു, ഒരു അപ്പോയിൻറ്റ്മെൻറ്റ് ലെറ്റർ കൊടുക്കുന്നു. കൂടാതെ അയാളോട് ഒരു പ്രത്യേക ഡേറ്റിന് മുമ്പേ വന്ന് ജോയിൻ ചെയ്യാനും പറയും. അതായത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കുന്നു, എന്നിട്ട് പറഞ്ഞ് ഇത്രാം തീയതി വന്നിട്ട് നിങ്ങളിവിടെ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നു. അതാണ് 7ാമത്തെ സ്റ്റെപ്പ്, ജോബ് ഓഫർ. നെക്സ്റ്റ് ദ ലാസ്റ്റ് വൺ ഈസ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇത് നിങ്ങൾ പുതിയ സംഭവമല്ല. കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഫീച്ചറായിട്ട് എക്സിസ്റ്റൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. ആ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സംഭവം. അതായത് ഈ ജോബ് ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, കാൻഡിഡേറ്റ് കമ്പനിയിലേക്ക് വന്നിട്ട് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യണം. അതായത് ഞാൻ ഈ കമ്പനിയിൽ ഇത്ര ശമ്പളത്തിൽ ഇത്ര ദിവസം ജോലി അല്ലെങ്കിൽ ഇന്ന സമയങ്ങളിലൊക്കെ വന്നിട്ട് ഇതൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടീസ്, ഇതൊക്കെ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ സമ്മതമാണെന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് കൊടുക്കണം. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതായത് എംപ്ലോയറും എംപ്ലോയിയും ഒരു കരാറിൽ ഏർപ്പെടുന്നു. എന്ത് കരാറിലാണ്? തൊഴിലാളി അല്ലെങ്കിൽ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ആൾ കമ്പനിയിൽ വർക്ക് ചെയ്യാം എന്ന കരാറ്. അപ്പോൾ കമ്പനി അങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ വർക്ക് ചെയ്താൽ 25,000 രൂപ ശമ്പളം തരാം എന്ന് പറയുന്ന ഒരു കരാർ. ക്ലിയർ? ഇറ്റ് റെഫേഴ്സ് ടു സൈനിങ് ഓഫ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഇതെന്താ പറയുന്നത്? സൈനിങ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു കരാറ്, എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. There is also a need for preparing a contract of employment regarding terms and conditions of employment, duties, responsibilities, rate of pay, allowances, hours of work, leave rules, termination of employment, etc.
ഇനി ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ടേംസും കണ്ടീഷൻസും ഉണ്ട്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് ഒരു കാൻഡിഡേറ്റിൻ്റെ ചുമതലകൾ, റെസ്പോൺസിബിലിറ്റീസ് എന്താണ് ഒരാളുടെ ഉത്തരവാദിത്തങ്ങൾ, റേറ്റ് ഓഫ് പേ എത്രയാണ് ശമ്പളം കൊടുക്കേണ്ടത്, അലവൻസസ് മറ്റ് അലവൻസുകൾ എത്രയാണ്, എത്ര സമയം വർക്ക് ചെയ്യണം, അവേഴ്സ് ഓഫ് വർക്ക് എത്ര മണിക്കൂർ ജോലി ചെയ്യണം, ലീവ് റൂൾസ് എത്ര ലീവ് എടുക്കാം, ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് എപ്പോൾ നിങ്ങളെ പിരിച്ചുവിടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഇതൊക്കെ എന്നിട്ട് എൻ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പം കമ്പനിയും എംപ്ലോയീസും ഒരു കരാറിൽ ഏർപ്പെടുന്ന പ്രോസസ്സാണ് കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് 8 സ്റ്റെപ്പുകളാണ് സെലക്ഷനിലെ: പ്രിലിമിനറി സ്ക്രീനിങ്, സെലക്ഷൻ ടെസ്റ്റ്, എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ, റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, സെലക്ഷൻ ഡിസിഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ജോബ് ഓഫർ, കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ബൈ ഹാർട്ട് ചെയ്യുക, മീനിങ് പഠിക്കുകയും ചെയ്യുക. എസ്സേ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞിട്ടില്ല ടോപ്പിക്ക്. നെക്സ്റ്റ് പഠിക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റിക്രൂട്ട്മെൻറ്റും ഈ ക്ലാസ്സിൽ പഠിച്ച സെലക്ഷനും തമ്മിലുള്ള ഡിഫറൻസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ മീനിങ് ആയിരിക്കും. റിക്രൂട്ട്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. നമുക്ക് പറ്റാവുന്ന കാൻഡിഡേറ്റിനെ സെർച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന്. സെലക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് ദ മോസ്റ്റ് എലിജിബിൾ കാൻഡിഡേറ്റ്. സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സെലക്ഷൻ. നെക്സ്റ്റ്, റിക്രൂട്ട്മെൻറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ്സ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്. സെലക്ഷൻ ഈസ് എ നെഗറ്റീവ് പ്രോസസ്സ്. സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. റിക്രൂട്ട്മെൻറ്റ് ഈസ് എ സിമ്പിൾ പ്രോസസ്സ്. ഇതൊരു സിമ്പിൾ പ്രോസസ്സാണ്. സെലക്ഷൻ ഈസ് എ കോംപ്ലെക്സ് പ്രോസസ്സ്. സെലക്ഷൻ ഈസ് എ കോംപ്ലെക്സ് പ്രോസസ്സ്. ഇനി ദ എയിം ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഈസ് ടു അട്രാക്ട് മോർ കാൻഡിഡേറ്റ്. ഇതാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത്. അട്രാക്റ്റ് മോർ കാൻഡിഡേറ്റ് ആണ്. കുറേ മത്സരാർത്ഥികളെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുക എന്നതാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ എയിമായിട്ട് വരുന്നത്. വെറാസ് ദ എയിം ഓഫ് സെലക്ഷൻ ഈസ് ടു എലിമിനേറ്റ് ദോസ് ഹു ആർ നോട്ട് ക്വാളിഫൈഡ്. ഇതിൻ്റെ സെലക്ഷൻ്റെ എയിം എന്ന് പറയുന്നത് ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യുക എന്നതാണ്, ഒഴിവാക്കുക എന്നതാണ്. അപ്പോൾ ഒരു 4 പോയിൻ്റ് കൂടെ പഠിച്ചു വെക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. മനസ്സിലായിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്? സെലക്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ്, ഒരു സെലക്ഷൻ്റെ മീനിങ്, അതിലെ സ്റ്റെപ്പ്, കൂടാതെ ഡിഫറൻസസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.